നമസ്കാരം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതിയുടെ ശിക്ഷയ്ക്കെതിരെ നൽകിയ ഹർജികളിൽ കേരള സർക്കാർ, കെ രമ എന്നിവർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. 6 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ജഡ്ജിമാരായ ബേല എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചാണ് ആവശ്യപ്പെട്ടത്. ഹർജിയിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. ടി.പി. കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെയും വിചാരണ കോടതിയിലെയും ഫയലുകൾ ഹാജരാക്കാനും സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1 മുതൽ 5 വരെ പ്രതികളായ MC അനൂപ്, കിർമാണി മനോജ്, കൊടി സുനി, TK രജീഷ്, KK മുഹമ്മദ് ഷാഫി എന്നിവരും 7ാം പ്രതി K ഷിനോജും ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയതിനു പുറമെ പ്രത്യേക അനുമതി ഹർജിയും നൽകിയിട്ടുണ്ട്. ഇവർക്കായി അഭിഭാഷകരായ രഞ്ജിത് കുമാർ, G പ്രകാശ് എന്നിവർ ഹാജരായി. വിചാരണ കോടതി വിട്ടയച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച 10ാം പ്രതി KK കൃഷ്ണൻ, 12ാം പ്രതി ജ്യോതിബാബു എന്നിവരും സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇവർക്കായി മുൻ ജഡ്ജി S നാഗമുത്തുവാണ് ഹാജരായത്. അതിനിടെ 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട 31ാം പ്രതി ലംബു പ്രദീപിന് തിരികെ കീഴടങ്ങുന്നതിൽ നിന്ന് സുപ്രീംകോടതി ഇളവ് നൽകി. ഹൈക്കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ പ്രദീപന്റെ അപ്പീൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. അതിൽ തീരുമാനമെടുക്കും വരെ ഇളവ് വേണമെന്നാണ് പ്രദീപൻ ആവശ്യപ്പെട്ടത്. ടി.പി. കേസ് പ്രതികളെ ശിക്ഷാ ഇളവിന് പരിഗണിക്കാനുള്ള നീക്കം വിവാദമായതോടെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചതായി നേരത്തെ ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യയും വടകര MLAയുമായ KK രമ ആരോപിച്ചിരുന്നു. നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണവെയാണ് അവർ ഇങ്ങനെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് ഒളവണ്ണ പോലീസിൽ നിന്ന് മൊഴിയെടുക്കാൻ വിളിച്ചത്. ആഭ്യന്തര വകുപ്പിന്റെ അറിവോടെയാണ് പ്രതികളുടെ പേര് ഉൾപ്പെട്ടത്. ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ സർക്കാർ മുന്നോട്ടു പോകാനായിരുന്നു തീരുമാനമെന്ന് പറഞ്ഞ രമ, കേസിൽ ഉൾപ്പെട്ട CPM പ്രാദേശിക നേതാക്കളായ ട്രൗസർ മനോജ്, കുഞ്ഞനന്ദൻ എന്നിവരുടെ പേര് വിവരങ്ങളും വിശദീകരിച്ചു. ബഹളങ്ങളും പ്രതിഷേധങ്ങളും കാരണമാണ് ഈ നീക്കം ഒഴിവാക്കിയത്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിൽ ശിക്ഷാ ഇളവ് നൽകാനുള്ള പ്രതികളുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികളുടെ ശിക്ഷാ ഇളവിനായി ഇരകളുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തണം എന്നതാണ് ചട്ടം. ഇതുപ്രകാരം ടി.പി. വധക്കേസ് പ്രതികളിൽ മനോഹരൻ എന്ന ട്രൗസർ മനോജ് എന്നയാൾ കൂടി പട്ടികയിലുണ്ടെന്നും ഇതിനുവേണ്ടിയാണ് വിളിക്കുന്നത് എന്നുമാണ് ഒളവണ്ണ പോലീസ് പറഞ്ഞത് എന്നും രമ അറിയിച്ചിരുന്നു. കൊലപാതകത്തിന്റെ ഗൂഢാലോചന കുറ്റത്തിൽ ഉൾപ്പെട്ടയാളാണ് CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന മനോഹരൻ എന്ന ട്രൗസർ മനോജൻ. എന്നാൽ ഇളവ് അനുവദിക്കില്ലെന്ന് നിയമസഭയിൽ സർക്കാർ വ്യക്തമാക്കിയെന്നും KK രമ പറഞ്ഞിരുന്നു. പാനൂർ, ചൊക്ലി, ഒളവണ്ണ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായിരുന്നു ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ ഇരയുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് KK രമയെ സമീപിച്ചത്. ഇത്തരത്തിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകി അവരെ രക്ഷപ്പെടുത്താനുള്ള ഗൂഢനീക്കമാണ് സർക്കാർ നടത്തിയത് എന്നായിരുന്നു ആരോപണം. ഇതിൽ ഉദ്യോഗസ്ഥരെ ചേർത്ത് വെച്ചുകൊണ്ട് തങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി അടക്കം ആഭ്യന്തര വകുപ്പ് നിയമസഭയിൽ സ്വീകരിച്ചത്. ഇത് സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു. ഇത്രയും കൊടും ക്രൂരത നടത്തിയ കുറ്റവാളികളെ നിയമത്തിൻ്റെ ഇളവിലൂടെ പുറത്തേക്ക് വിടുന്നതിന് ശുപാർശ കൊടുത്തത് ആഭ്യന്തര വകുപ്പ് തന്നെയാണ് എന്ന ആരോപണവും നേരത്തെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ CPMന്റെ വലിയ രാഷ്ട്രീയ കളികൾ നടന്നതായും ആരോപണമുണ്ടായിരുന്നു. ഈ കൊടും കുറ്റവാളികളെ ശിക്ഷാ ഇളവ് നൽകി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് CPMും സർക്കാരും ചേർന്നാണ് എന്ന് KK രമ പലവട്ടം ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഗൂഢനീക്കം മാധ്യമങ്ങൾ വഴി പുറത്തറിഞ്ഞതോടെയാണ് ഇത് പൊളിഞ്ഞത്. അല്ലെങ്കിൽ ഈ വരുന്ന ഓഗസ്റ്റ് 15-ന് മുഹമ്മദ് ഷാഫിയും കൊടിസുനിയുമൊക്കെ പുറത്തിറങ്ങി നടക്കുന്നത് കാണേണ്ടി വരുമായിരുന്നു നമുക്ക് എന്നുള്ള വാദവും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും BJPയും ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ശിക്ഷാ ഇളവ് നൽകാനുള്ള മാനദണ്ഡങ്ങൾ രഹസ്യമായി തന്നെ നടപ്പിലാക്കിയെടുത്ത് അവരെ പുറത്ത് വിടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗൂഢനീക്കങ്ങൾ നടന്നത്. അതാണ് മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും അതുപോലെ RMPയുടെയും KK രമയുടെയും ഒക്കെ ഇടപെടൽ മൂലം പൊളിഞ്ഞത്. എന്നിട്ടും തങ്ങൾക്കൊന്നും അറിയില്ല എന്ന് സർക്കാർ സംവിധാനങ്ങളും ആഭ്യന്തര വകുപ്പും പറയുമ്പോൾ അത് ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന ചോദ്യവും ഉയരുന്നുണ്ട്.